നമസ്കാരം. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പൊളിറ്റിക്കൽ സയൻസിലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ഒരു പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു യൂണിറ്റിന്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഈ യൂണിറ്റിന്റെ പേര്. അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ ചില ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. സോ എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പൊതുഭരണം, പൊതുജനപാലനം എന്നീ പേരുകളിലൊക്കെ നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ പറയാറുണ്ട്. അപ്പോൾ പൊതുഭരണം എന്ന് വെച്ചാൽ സർക്കാർ പ്രവർത്തനങ്ങളുടെ ക്രമീകരണവും ഏകീകരണവും അതിന്റെ നടത്തിപ്പും ഇതിനെയാണ് നമ്മൾ പൊതുഭരണം എന്ന പേരിൽ പറയുന്നത്. അപ്പോൾ ഈ പൊതു ഭരണത്തിന്റെ ഒരു സവിശേഷത അല്ലെങ്കിൽ അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ജനങ്ങളുടെ ക്ഷേമം തന്നെയാണ്. അപ്പൊ ജനക്ഷേമത്തിന് വേണ്ടിയിട്ട് പദ്ധതികൾ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തുന്നതിനെയാണ് നമ്മൾ പൊതുഭരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കുന്നത് പൊതുഭരണത്തിന്റെ നേച്ചറും അതുപോലെ അതിന്റെ സ്കോപ്പും ഒക്കെയാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. പൊതുഭരണത്തിന്റെ സ്വഭാവം, അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവം എന്ന് പറയുന്നത് യൂണിവേഴ്സാലിറ്റിയാണ്, ഒരു സാർവലൗകികത്വം. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും അത് രാജ്യത്തിന്റെ സ്വഭാവം എന്തുമായിക്കോട്ടെ, ജനാധിപത്യമോ മൊണാർക്കിയോ ഒളിഗാർക്കിയോ ഏത് കൈൻഡ് ഓഫ് ഗവൺമെന്റ് ആണെങ്കിലും അവിടെയൊക്കെ തന്നെ പൊതുഭരണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു യൂണിവേഴ്സാലിറ്റി പൊതുഭരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. ദെൻ രണ്ടാമത്തെ നേച്ചർ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു ഇനെവിറ്റബിൾ ആയിട്ടുള്ള പാർട്ട് തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗം തന്നെയാണ് പൊതുഭരണം അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഗവൺമെന്റിന്റെ പദ്ധതികൾ തന്നെയാണ് ഈ പൊതുഭരണത്തിലൂടെ നടപ്പിലാക്കപ്പെടുന്നത്. മുഖ്യ ലക്ഷ്യം ജനക്ഷേമമാണ്. അത് മറ്റൊരു നേച്ചറാണ്, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് തന്നെ ആയിരുന്നു. അപ്പൊ ജനങ്ങളുടെ ക്ഷേമവും പുരോഗതിയും ഒക്കെയാണ് പൊതുഭരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇനി ഇതിന്റെ മറ്റൊരു നേച്ചർ എന്ന് പറയുന്നത് ഇതിൽ ഉൾക്കൊള്ളുന്നത് ശാസ്ത്രീയമായിട്ടുള്ള സമീപനങ്ങളാണ്, സയന്റിഫിക് അപ്രോച്ചസ് ആണ് ഈ പൊതുഭരണത്തിലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ഇതൊരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് ഇന്നൊരു പഠന ശാഖയായിട്ട് പോലും വികസിച്ചിട്ടുണ്ട്. അത്രത്തോളം ഒരു വളരെ വളർച്ച പ്രാപിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് പൊതുഭരണം എന്ന് മനസ്സിലാക്കുക. ഇനി വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് സമൂഹത്തിന്റെ വികസനം തന്നെയാണ്, സാമൂഹ്യ വികസനം. വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുജനാരോഗ്യം, അതുപോലെ തന്നെ ഗതാഗത, വാർത്താവിനിമയം, ഇങ്ങനെയൊക്കെയുള്ള സമസ്ത മേഖലകളിലുമുള്ള വികസനമാണ് പൊതുഭരണത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് നിയമത്തിന്റെ ഒരു ആധിപത്യമാണ്. അതായത് ഒരു സുപ്രമസി ഓഫ് ലോ, നിയമത്തിന് അതില് വലിയ പങ്കുണ്ട്, പ്രാധാന്യമുണ്ട്. പൊതുഭരണം നടപ്പിൽ വരുത്തുന്നത് നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. തോന്നിയതുപോലെ പൊതുഭരണം നടത്താൻ പറ്റില്ല. പൊതുഭരണം നടക്കുന്നത് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ടാണ് പൊതുഭരണം നടക്കുന്നത്. ഇനി പ്രത്യക്ഷമായിട്ടുള്ള സേവനം, ഡയറക്റ്റ് ആയിട്ടുള്ള സേവനങ്ങൾ നൽകുക. പൊതുഭരണം എന്ന് വെച്ചാൽ അത് തന്നെയാണ് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ജനങ്ങൾക്ക് സർക്കാർ നയങ്ങൾ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുന്നതിനും ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായി എത്തിക്കുന്ന ആ ഒരു പ്രോസസ് ആണ് യഥാർത്ഥത്തിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു പ്രക്രിയയാണ് പൊതുഭരണം. ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്നോവേഷനും അതുപോലെ പ്രോസ്പെരിറ്റിയും ഒക്കെയാണ്. അതായത് ക്ഷേമം, ജനങ്ങളുടെ ക്ഷേമം, പുതിയ പുതിയ പദ്ധതികൾ അല്ലെങ്കിൽ പുതിയ രീതികളിൽ നടപ്പിൽ വരുത്തിയിട്ട് ജനങ്ങൾക്ക് അതിന്റെ പരമാവധി ക്ഷേമം, പരമാവധി ഗുണം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് എയിം എന്ന് പറയുന്നത്. ദെൻ പൊതുഭരണത്തിന്റെ പ്രധാനപ്പെട്ട ബ്രാഞ്ചസ്, ശാഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഇന്റേണൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. നമുക്കതിന് മലയാളത്തിലെ ആഭ്യന്തര ഭരണവ്യവസ്ഥ എന്ന് പറയാനായിട്ട് സാധിക്കും. രണ്ട്, സോഷ്യൽ സർവീസ് അഥവാ സാമൂഹിക സേവനങ്ങളാണ്. മൂന്ന്, പോളിസി മേക്കിങ്ങും അതിന്റെ ഇംപ്ലിമെന്റേഷനുമാണ്, പദ്ധതികളുടെ ആസൂത്രണവും അതിന്റെ നടപ്പിൽ വരുത്തലും. ദെൻ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, സാമ്പത്തിക ഭരണ വ്യവസ്ഥയാണ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ.
ഇനി പൊതുഭരണത്തിലെ പ്രധാനപ്പെട്ട ചില ചിന്തകരുണ്ട്. ഇപ്പൊ നമ്മൾ പൊതുഭരണം അതിന്റെ സ്വഭാവവും മറ്റു കാര്യങ്ങളും ഡിസ്കസ് ചെയ്തെങ്കിലും പൊതുഭരണം എന്നുള്ള ആശയം ആരാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ദ ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. വൂഡ്രോ വിൽസൺ ആണ് ഇതിന്റെ പൊതുജനപാലനത്തിന്റെ അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നാമത്തെ പേര് ചിന്തകന്മാരെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പേര് തീർച്ചയായിട്ടും വൂഡ്രോ വിൽസന്റെ തന്നെയാണ്. അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു വൂഡ്രോ വിൽസൺ. ദെൻ മാക്സ് വെബർ ആണ് രണ്ടാമത്തെ പേര്. ബ്യൂറോക്രസി എന്ന ആശയം അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് മാക്സ് വെബർ. ദെൻ ഫ്രെഡറിക് ടെയ്ലർ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തകൻ. ഈ മേഖലയിലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ പ്രധാനപ്പെട്ട ഒരു ചിന്തകനാണ് ഫ്രെഡറിക് ടെയ്ലർ. ഇദ്ദേഹത്തിന്റെ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്ന ഒരു ആശയമാണ് ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതില്ല, പക്ഷെ ഇവരുടെ പേരുകളും അവരുമായി ബന്ധപ്പെട്ട ആ തിയറികളും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി പൊതുജന പാലനത്തിന് അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷന് ചില ന്യൂ ട്രെൻഡ്സ് ഇന്ന് വരുന്നുണ്ട്. ഇത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീടും ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. എങ്കിലും അതിന്റെ ഈ ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം പൊതുഭരണം മുൻപത്തേത് പോലെയല്ല. ഇന്നെല്ലാം ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണുള്ളത്. മുൻപത്തേത് പോലെ നൂലാമാലകളോ പേപ്പർ വർക്കുകളോ ഒന്നും ഇന്ന് അധികമില്ല. പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഗവൺമെന്റ് സേവനങ്ങൾ എത്താനുള്ള രീതിയിൽ നമ്മളുടെ ഭരണം സുതാര്യമാക്കി മാറ്റിയിട്ടുണ്ട്. ജനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സേവനങ്ങൾ എത്തിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ ട്രെൻഡുകൾ നമ്മളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെയൊക്കെ വളർച്ച അത് പുതിയ ട്രെൻഡായിട്ട് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിലും വന്നിട്ടുണ്ടെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഇതിലെ ആധുനിക പ്രവണതകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഒന്നാമത്തേത് ഡിജിറ്റൽ ആയിട്ടുള്ള ഭരണ നിർവഹണം, അതായത് ഇ ഗവേണൻസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇ ഗവേണൻസ് വരുന്നതോടുകൂടി അക്ഷയകളും അക്ഷയ കേന്ദ്രങ്ങളും അതുവഴിയൊക്കെ വൺ ടൈം ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു സിസ്റ്റം ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആധാർ കാർഡും ബാങ്കിലെ പാസ്ബുക്കും അതുപോലെ അക്കൗണ്ടുകളും ഇതെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മുൻപൊക്കെ ആണെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഒരുപാട് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചാൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ അപേക്ഷ അവിടെ എഴുതി കൊടുത്തു പോന്നാൽ തന്നെ ഇതിന്റെ പ്രോഗ്രസ് എന്താണെന്നോ ഇത് ഫോർവേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമുക്കത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാനുള്ള സംവിധാനം ഓരോ പൗരനും കൃത്യമായിട്ട് അവന്റെ അവകാശങ്ങളെ കുറിച്ച് അത് നേടിയെടുക്കുന്നതിനെ കുറിച്ച് അവബോധം ഉണ്ടാക്കുകയും ആ അവബോധം അത് നേടിയെടുക്കുന്ന ഓരോ പ്രോസസ്സിലും അവന് തന്നെ അത് ഫോളോ അപ്പ് ചെയ്യാനും ഒക്കെ ഇന്ന് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു ന്യൂ ട്രെൻഡ് ആയിട്ട് വളർന്നു വന്നതാണ്. എന്നുവെച്ചാൽ സുതാര്യമാണ്, ഗുഡ് ഗവേണൻസ് അല്ലെ, ഒരു നവ സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ട് വന്നതാണ് ഗുഡ് ഗവേണൻസ് എന്ന ഒരു പദ്ധതി. ദെൻ സ്വകാര്യ മേഖലയുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത്. ഇപ്പൊ സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ശക്തമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇത്. ഇനി നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ സ്കോപ്പ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ പരിധി അല്ലെങ്കിൽ സ്കോപ്പ് എന്താണെന്ന് നോക്കാം. ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വളരെ വ്യാപകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് കാഴ്ചവെക്കുന്നത്. അതില് പ്രധാനമായിട്ടും നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ സ്കോപ്പ് ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട 3 കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. 3 പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. അതെന്താണെന്നൊന്ന് പറഞ്ഞിട്ട് പോകാം. ഫസ്റ്റ് വൺ ബ്രോഡ് പെർസ്പെക്റ്റീവ് ആണ്. അതായത് വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിക്കുന്ന വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ് അതൊരു യൂണിവേഴ്സാലിറ്റി, പൊതുജന തത്വം. അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആഗോളതലത്തിൽ എല്ലായിടത്തും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ഒരു പ്രക്രിയയാണ് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇതിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ട് സേവനങ്ങൾ എത്തിക്കുക, അത് കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളും നിയമനിർമ്മാണവും ഒക്കെ ഈ ഒരു മേഖലയിൽ നടത്തിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഇതിന്റെ വിശാലമായ കാഴ്ചപ്പാടിൽ വരുന്നത്. ഇനി അതിനൊരു നാരോ പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. നാരോ മീൻസ് പരിമിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണിത്. അപ്പോൾ സൗകര്യങ്ങളുടെ നടത്തിപ്പ്, അതായത് എക്സിക്യൂഷൻ ഓഫ് പോളിസീസ്, കൃത്യമായിട്ട് ഒരു നയം അത് ആ പദ്ധതി മാത്രം നടപ്പിലാക്കുക, സർക്കാർ നയങ്ങൾ നടപ്പിലാക്കുക, അതുപോലെ
പൊതുജന സേവനങ്ങളൊക്കെ വിതരണം ചെയ്യുക, ഭരണഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള കൺട്രോൾ ചെയ്യുന്ന നിയമങ്ങൾ നടപ്പിൽ വരുത്തുക. ഇത് മാത്രമാണ് ഈ നാരോ ആയിട്ടുള്ള കോൺസെപ്റ്റ്. എന്നാൽ വൈഡ് ആയിട്ടുള്ള കോൺസെപ്റ്റിൽ എന്താ വരുന്നത്? ഈ പറഞ്ഞത് തന്നെ, പക്ഷെ അതിന്റെ കുറച്ചുകൂടി വിശാല തലത്തിലുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു രീതിയായിരിക്കും. അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയായിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ കീ കോമ്പണൻസ് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത് ആഭ്യന്തര ഭരണ നിർവഹണമാണ്, അതായത് ഇന്റേണൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഇതിൽ വരുന്നത്. രണ്ടാമത് വരുന്നത് സോഷ്യൽ വെൽഫെയർ സർവീസസ് ആണ്, നമുക്ക് സേവനങ്ങൾ, പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള സേവനങ്ങൾ. മറ്റൊന്നാണ് ഈ റിസോഴ്സ് അലോക്കേഷനും അതിന്റെ മാനേജ്മെന്റും, ജനങ്ങൾക്ക് റിസോഴ്സ് വിഭവങ്ങള് ഏതേത് മേഖലകൾക്ക് എത്ര എന്ന് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യുക, അത് കൃത്യമായി എത്തിക്കുക, അതിന്റെ ആ ഒരു മാനേജ്മെന്റ് കാര്യങ്ങള്. ദെൻ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആണ് മറ്റൊന്ന്, സാമ്പത്തിക നിയന്ത്രണവും അതുപോലെ അതിന്റെ ഭരണവും നടത്തുക. മറ്റൊന്നാണ് പോളിസി ഫോർമേഷൻ, നയരൂപീകരണവും അതിന്റെ ഇംപ്ലിമെന്റേഷനും നടപ്പിൽ വരുത്തലും. ഇനി പൊതുഭരണം വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണെന്ന് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ പൊതുജന ക്ഷേമത്തിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, പ്രാധാന്യം എന്ന് പറയുന്നത് ജനക്ഷേമത്തിനുള്ള ഒരു പ്രധാന മാർഗമാണ്. ഒരു രാജ്യത്തെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് വളർത്തുന്നതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് ഭരണപരമായിട്ടുള്ള കാര്യക്ഷമത ഉറപ്പുവരുത്താനും ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സഹായിക്കുന്നുണ്ട്. ഇനി ഈ നമ്മുടെ മോഡേൺ ആയിട്ടുള്ള കോൺസെപ്റ്റിലെ നേഷനെ കുറിച്ചുള്ള കോൺസെപ്റ്റിലെ വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജനാധിപത്യത്തിന്റെ ഒരു ടൂള് തന്നെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. നല്ല രീതിയിൽ കൃത്യമായിട്ട് ജനാധിപത്യ പ്രക്രിയ ഏറ്റവും ശക്തമായിട്ട് നിലനിൽക്കേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടിയാണ് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഇന്റർനാഷണൽ തലത്തിൽ തന്നെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. സോ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഇത്രയാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചിന്തകരാരൊക്കെ, നമ്മൾ 3-4 പേരുകൾ പഠിച്ചതൊന്ന് ഓർത്തിരിക്കുക, അവരുടെ കോൺസെപ്റ്റുകളും അതുപോലെ അവരുടെ ഫിലോസഫീസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. വൂഡ്രോ വിൽസൺ ആണ് ഇതിന്റെ ഫാദർ എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ സ്കോപ്പ്, സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് അല്ലെ, പിന്നെ അതിന്റെ നേച്ചർ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത്. സോ ദിസ് ഈസ് അബൌട്ട് ദിസ് യൂണിറ്റ്. താങ്ക് യു.